രാവിലെ പതിവ് പോലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. പക്ഷെ മാളു മാത്രം ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് നീ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല അച്ഛാ, ചെയ്യേണ്ടതൊക്കെ അവര് തന്നെ ചെയ്തു. അതെന്തായാലും നന്നായി. മാളു ഉണ്ടായിരുന്നില്ലേ അപ്പൊ നിന്റെ കൂടെ? നീയും അപ്പവും തമ്മിൽ എപ്പോഴും കീരിയും പാമ്പും ആണെങ്കിലും ഏട്ടനെ പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നീയാണല്ലോ ഫസ്റ്റ് കയറി ഇടപെടാറ്. ഇത്തവണ നീയൊന്നും പറഞ്ഞില്ലേ? മാളു, നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഇതെന്തൊന്നും മിണ്ടാത്തേ? മാളു, എന്തു പറ്റി മോളെ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തോന്നും മിണ്ടാത്തേ? എന്താ മോളെ, എന്താ പറ്റിയേ? അമ്മ പലതവണ ചോദിച്ചിട്ടും മാളു ഒന്നും പറഞ്ഞില്ല. എല്ലാവർക്കും ആകെ സംശയമായി. സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഇല്ല. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ആ, അപ്പൊ ഉറപ്പായും എന്തോ പ്രശ്നമുണ്ട് അച്ഛാ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ആഹാ, നീ മിണ്ടിയല്ലോ. മാളു മിണ്ടാത്തതിന്റെ കാരണം കണ്ടെത്താൻ അച്ഛനും അപ്പുവും ഓരോന്ന് ഊഹിക്കാൻ തുടങ്ങി. ഞാൻ ഇന്നലെ കൊണ്ടുവന്ന ചോക്ലേറ്റ് നിനക്ക് കിട്ടിയില്ലേ? കിട്ടി. അമ്മ റിമോട്ട് ഒളിപ്പിച്ചു വെച്ചോ? ഞാൻ ഒളിപ്പിച്ചൊന്നും വെച്ചില്ല. അമ്മ ഇത് സ്ഥിരമായി ചെയ്യുന്ന കാര്യല്ലേ? അതല്ല. അതുമല്ലേ? ഹോംവർക്ക് തെറ്റിപ്പോയോ? ഇല്ല. പിന്നെ എന്താ? ഞാൻ പറയില്ല. എന്താ പറ്റിയേ കുട്ടിക്ക്? ഇതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാം. മാളുവിന്റെ പെട്ടെന്നുള്ള ഈ പെരുമാറ്റം കാരണം വീട്ടിലുള്ള എല്ലാവരുടെയും സമാധാനം പോയി. മോളെ, എന്തുണ്ടെങ്കിലും അമ്മയോട് പറ. അമ്മേ. എന്താ മോളെ? ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? ഇന്ന് ഞാൻ വീട്ടിൽ ആരോടും സംസാരിക്കില്ല. അതെന്താ? അതങ്ങനെയാ. അത് നല്ലൊരു തീരുമാനം മാളു. മിണ്ടാതിരിക്കേ. അങ്ങനെ ഉച്ചവരെ മാളു മിണ്ടാതെ തന്നെയിരുന്നു. എല്ലാവർക്കും ആകാംക്ഷ കൂടി. മാളു, എന്നോടാണോ നിനക്ക് ദേഷ്യം? അല്ല. എന്നോടാണോ മാളു? അല്ല. എന്നാ എന്നോടാണ്. അല്ല. അപ്പൊ പിന്നെ ആരോടാ? ആരോടും അല്ല. പിന്നെന്താ നീ ആരോടും മിണ്ടാത്തേ? ഞാനൊരു ചലഞ്ച് എടുത്തതാ. അപ്പോഴാണ് എല്ലാവർക്കും കാര്യം മനസ്സിലായത്. എന്ത് ചലഞ്ചാ നീ എടുത്തത്? ടീച്ചർ പറഞ്ഞ ചലഞ്ച് എടുത്തതാ. ടീച്ചർ പറഞ്ഞ ചലഞ്ചോ? ആ, അതെ. വീട്ടിൽ ആരോടും ദേഷ്യപ്പെടാതെ ഇരിക്കണം എന്ന് പറഞ്ഞു. അതാണോ കാര്യം? അതിന് പക്ഷെ മിണ്ടാതിരുന്നിട്ടെന്താ? അതത്ര എളുപ്പമുള്ള കാര്യല്ലച്ചാ. മാള് പറഞ്ഞ കാര്യം കേട്ടപ്പോ അപ്പുവിനൊരു സംശയം. അപ്പൊ നീ ആരോടും ദേഷ്യപ്പെടില്ല? ഇല്ല. അപ്പൊ നിന്നെ കളിയാക്കിയാലും നീ ദേഷ്യപ്പെടില്ല അല്ലേ? ഇല്ല. ഓ, അപ്പൊ നിനക്ക് ദേഷ്യം വരില്ലല്ലോ ഇനി? ഇല്ല, ഞാനൊന്നും പറയില്ല. അടിപൊളി. ഇന്ന് എന്റെ ദിവസാ. ഇതിനാണോ നീ ഞങ്ങളെ രാവിലെ മുതൽ പേടിപ്പിച്ചത്? ഞാൻ പേടിപ്പിച്ചില്ലല്ലോ. പക്ഷെ ഞങ്ങൾ സീരിയസ് ആയിട്ടാണ് വിചാരിച്ചത്. അമ്മേ, എനിക്ക് കുറച്ച് വെള്ളം വേണം. എന്ത്? ഒന്നുമില്ല. എടി, നിന്റെ ചാലഞ്ച് കഴിഞ്ഞോ? ഇല്ല. അപ്പൊ ഈ സമയത്ത് വെള്ളം പോലും ചോദിക്കാൻ പാടില്ല. അയ്യോ, ഞാൻ മറന്നുപോയി. മതി മതി ചാലഞ്ചൊക്കെ. പോയി വെള്ളം കുടിക്കേ. മോളെ ഡുണ്ടു, നീ വെള്ളം കുടിക്കാൻ പോവാ? എടാ ഏട്ടാ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഡുണ്ടു എന്ന് വിളിക്കരുതെന്ന്. എടി എടി, നീ ചലഞ്ച് മറന്നോ? അയ്യോ, നാളെ ഞാൻ നിന്റെ ടീച്ചറോട് എന്തായാലും ഇത് പറയും. എന്റെ പൊന്നേട്ടനല്ലേ, പറയല്ലേ. എന്തായാലും പറയും. പ്ലീസ് പറയല്ലേ. ശരി, പറയുന്നില്ല. എന്റെ പൊന്നു മോള്, ഏട്ടനൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ. ദേ ഇപ്പൊ കൊണ്ടുവരാം.